ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, റഷ്യയിൽ യുക്രൈൻ വലിയ ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടെ ലോജിസ്റ്റിക്സ് സെന്റർ ഡ്രോൺ അറ്റാക്കിൽ തകർന്നു എന്നാണ് പുടിൻ ഇപ്പോൾ നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കനത്ത തിരിച്ചടി നൽകും എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ റഷ്യക്ക് ഇപ്പോൾ ഏക ആശ്രയം എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ആ ഒരു ആശ്രയത്വം എങ്ങനെയെങ്കിലും തകർക്കണം എന്നതാണ് അമേരിക്കയുടെ നിലവിലത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയാണ് ഇപ്പൊ റഷ്യക്ക് പെട്രോൾ അടക്കം കൊടുക്കുന്നത്. അപ്പൊ അത് വലിയ രീതിയിൽ റഷ്യക്ക് ആശ്വാസമാണ്. പകരം അവരുടെ ചില മിസൈലുകൾ ഇന്ത്യയിലേക്ക് നിർമ്മിക്കാനായിട്ട് അതിന്റെ ഫുൾ സോഴ്സ് കോഡ് അടക്കം പുടിൻ ഇങ്ങോട്ടേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ട്രംപ് ആണെങ്കിൽ താരിഫ് പ്രഖ്യാപിച്ചു. വീണ്ടും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കുന്നവർക്ക് വീണ്ടും താരിഫ് അടിച്ചു. ഇന്ത്യ ട്രംപിന്റെ വിരട്ടലിലൊന്നും വീണിട്ടില്ല. ഇസ്രായേലിന് ഡസൺ കണക്കിന് എണ്ണ വിമാനം അവിടെ കൊടുക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ എല്ലാ ലോകരാജ്യങ്ങൾക്കും മേല് ട്രംപ് ഏകപക്ഷീയമായിട്ടുള്ള ഈ തീരുവ അടിച്ചേൽപ്പിക്കുമ്പോൾ നമ്മൾ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലും അങ്ങോട്ടേക്ക് കൊടുക്കുന്ന പെട്രോളിന്റെ ഈ ഇറക്കുമതിയും കയറ്റുമതിയും ഒക്കെ കൂടുന്നതല്ലാതെ കുറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോടതിയിൽ ട്രംപിന് വലിയ രീതിയിലുള്ള അടി താരിഫിൽ കിട്ടിയല്ലോ. ട്രംപ് ഇപ്പൊ വിഷമിച്ചിരിക്കുകയാണ്. ഈ പൈസ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ട്രംപ് ഭരണകൂടം സെക്ഷൻ 301 പ്രകാരമുള്ള അന്വേഷണം ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു വളഞ്ഞ വഴി. ഇന്ത്യ, ചൈന, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ബംഗ്ലാദേശ്, വിയറ്റ്നാം, നോർവേ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾക്ക് മേൽ ഞങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കോടതിയിൽ ഈ സംഭവത്തിനെ ട്രംപ് ഒന്ന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്നത്. അത് വേറൊരു കാര്യം. എന്തായാലും ഈ അന്വേഷണം ചീറ്റിപ്പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അടക്കം 10 മുതൽ 12.5% വരെ വലിയ രീതിയിലുള്ള നികുതി ഇയാൾ ചുമത്താൻ ഇനിയും ആലോചിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് ലഭിക്കുന്നത് ഈ യൂറോപ്പ് വലിയ രീതിയിൽ യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം റഷ്യൻ ആക്രമണ ഭീഷണി ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോ ചെർണോസ്ക് അടക്കമുള്ള അവരുടെ തുറമുഖ നഗരത്തെ അടിച്ചു കഴിഞ്ഞ് ഒഡേഷ്യ തുറമുഖം ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂറോപ്പിലേക്ക് റഷ്യ കടക്കും. അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിരോധ നിക്ഷേപം വളരെയധികം യൂറോപ്പ് വർദ്ധിപ്പിക്കുകയാണ്. UK ചെയ്യുന്നത് തങ്ങളുടെ സ്റ്റോം ഫൈറ്റർ ലോയൽ വിങ്മാൻ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവരിപ്പോ അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രോജക്ട് ക്വാഡ്രിഗൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്ട് ജർമ്മനി അവതരിപ്പിച്ചിരിക്കുകയാണ്. ട്രാൻച്ച് ഫോർ യൂറോ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു ഫൈറ്റർ അതിന്റെ കീഴിൽ പുറത്തിറക്കുന്നുണ്ട്. ഭൂഖണ്ഡത്തിന്റെ കൂട്ടായ സുരക്ഷയാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതായത് ഇവർ പറയുന്നത് റഷ്യ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂഖണ്ഡത്തെ മുഴുവൻ തുടച്ചു നീക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇത്രയും വലിയ ഫെറോഷ്യസ് ആയിട്ട് ഇവര് ഈ തയ്യാറെടുപ്പ് നടത്തണമെങ്കിൽ ആ ഒരു മൈറ്റി പവർ എന്തായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭൂഖണ്ഡത്തിന്റെ കൂട്ടായ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിന് വ്യോമശക്തി, നമ്മളെല്ലാവരും കൂട്ടായിട്ടുള്ള വ്യോമശക്തിയിലാണ് ഇനി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതായത് ഇനിയിപ്പം യുദ്ധം എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ ആയിരിക്കുമല്ലോ. യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം സൃഷ്ടിച്ച സുരക്ഷാ അന്തരീക്ഷം വഷളാകുന്നതും US പസഫിക്കിലേക്ക് തന്ത്രപരമായ നോട്ടം കേന്ദ്രീകരിക്കുമ്പോൾ സഖ്യകക്ഷികൾ പ്രതിരോധത്തിന്റെ കൂടുതൽ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ വാഷിംഗ്ടൺ പ്രേരിപ്പിക്കുന്നതും ഈ മാറ്റത്തിന് കാരണമാകുന്നു എന്നാണ് അവർ പറയുന്നത്. എന്തായാലും അവർ വലിയ രീതിയിൽ അവരുടെ വ്യോമസേന നവീകരിക്കുന്നുണ്ട്. 4 വർഷത്തിനുള്ളിൽ 6.6 ബില്യൺ പൗണ്ട് വിലമതിക്കുന്ന വിപുലമായിട്ടുള്ള ആധുനിക വൽക്കരണ പാക്കേജിന്റെ ഭാഗമാണിത്. 6.6 ബില്യൺ ആണ്. ഇതിൽ 406 മില്യൺ പൗണ്ട് പ്രത്യേകമായി സ്വയംഭരണ യുദ്ധ വിമാനങ്ങൾക്കായി അവർ നീക്കി വെച്ചിട്ടുണ്ടെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോ ഒരു സ്ഥലത്ത് വലിയ തയ്യാറെടുപ്പ്, വേറൊരു സ്ഥലത്ത് റഷ്യ പെട്രോളിനായിട്ട് നമ്മളെ ആശ്രയിക്കുന്നു, നമ്മൾ ക്രൂഡ് ഓയിൽ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നു. വേറൊരു സ്ഥലത്ത് ട്രംപ് ഇതിനെല്ലാം തകർക്കാനായിട്ട്, അതായത് നമ്മുടെ ആശ്രയത്വം തകർക്കാനായിട്ട് ട്രംപിന്റെ ഒരു ശ്രമം അവിടെ നിന്നും നടക്കുന്നു. അങ്ങനെ 3 ആംഗിളിലാണ് നമ്മൾക്ക് ഈ വാർത്ത ചർച്ച ചെയ്യാൻ പറ്റുക. ഇത് ട്രംപ് ഈ യുദ്ധത്തിനിടയിലും ഈ താരിഫുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നിലവിൽ നമുക്ക് 105% താരിഫ് അടിച്ചു തന്നിട്ടുണ്ട്. ഒരു മാസം പോലും ആയിട്ടില്ലത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നിർബന്ധിത തൊഴിൽ എടുപ്പിച്ചിട്ട് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു. നമ്മളത് മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിക്കുക, ഇല്ലെങ്കിൽ 8 മണിക്കൂർ ജോലി എന്നുള്ളത് 16 മണിക്കൂർ ചെയ്യുക, തുച്ഛമായ ശമ്പളം കൊടുക്കുക, ശമ്പളം കൊടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ വരട്ടി വർക്ക്, ഇതൊക്കെയാണ് ആ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അതിൽ കുറെ രാജ്യങ്ങളുണ്ട്, അതിനകത്ത് ഇന്ത്യയും അങ്ങനെ ഉണ്ട്. പക്ഷെ ഇന്ത്യ കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ വാർത്ത കൊടുത്തിട്ട് 3-4 ദിവസം മുമ്പ് നമ്മളും ഇതേ കണക്ക് ഒരു ഉപരോധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഞങ്ങളുടെ രാജ്യം സ്വീകരിക്കില്ല. ഇങ്ങനെ വേറെ ഏതെങ്കിലും രാജ്യം ഇതേ രീതിയിൽ വരുന്നത്. ഇപ്പൊ ട്രംപ് പറയുന്നത് തൊഴിൽ ചട്ടം ലംഘിച്ചിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഞങ്ങൾ ഇവിടത്തേക്ക് ചരക്ക് ഇറക്കുമതി ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ താരിഫ് ഇറക്കും. പിന്നെ റഷ്യയിൽ നിന്ന് എണ്ണ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ താരിഫ് ഇറക്കും. അപ്പൊ ഇന്ത്യ ചോദിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം ഇപ്പൊ എണ്ണയും ഗ്യാസും ഒക്കെ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ടല്ലോ, അവർക്കെതിരെ എന്താ നിങ്ങൾ താരിഫ് ചുമത്താത്ത? ഇതിനിടയിൽ കാനഡയ്ക്ക് കൂടെ പുള്ളി താരിഫ് ചുമത്തിയിട്ടുണ്ട്. ജപ്പാനുണ്ട്, ദക്ഷിണ കൊറിയ ഉണ്ട്,
ഇന്ത്യ ഉണ്ട്, മലേഷ്യ ഉണ്ട്, സിംഗപ്പൂർ, അങ്ങനെ നീണ്ട വരെയാ. ബ്രസീലുണ്ട്. ബ്രസീൽ ഉടൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ബ്രസീൽ പറഞ്ഞു ഞങ്ങൾക്ക് താരിഫ് ചുമത്തിയാൽ അതേ നാണയത്തിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞു. ഇന്ത്യ പറഞ്ഞു ഇനിയിപ്പോ എന്ത് താരിഫ് എന്ത് പ്രഷർ ഉണ്ടെങ്കിലും എണ്ണ ഇനി റഷ്യയുടെ തന്നെ വാങ്ങാൻ പറ്റൂ, വാങ്ങുകയുള്ളൂ. കാരണം ഹോർമുസിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ മാസം ജൂലൈയിലും ആഗസ്റ്റിലും നമ്മൾ 50 ലക്ഷം ബാരൽ പെർ ഡേ എണ്ണ ഇറക്കുമതി ചെയ്യാനാണ് ഇപ്പോൾ നമ്മുടെ അതിന്റെ ഓർഡറാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് 27 ലക്ഷം ബാരലും റഷ്യയിൽ നിന്നാണ് വരുന്നത്. ഇതിന് മുമ്പ്, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 30%, നമ്മുടെ എണ്ണ വാങ്ങലിന്റെ 30% മാത്രമായിരുന്നു റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് 50% മാറ്റിയിരിക്കുന്നു. റഷ്യയുടെ കൂടെ തന്നെ ഇന്ത്യ ഉണ്ട്, റഷ്യയെ കൈവിടാൻ ഇന്ത്യ തയ്യാറല്ല എന്ന് വ്യക്തമായ സന്ദേശമാണ് അത് നൽകുന്നത്. ഇതിനിടയിൽ തന്നെ ഒരു വലിയ ഓഫർ റഷ്യ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഓഫർ വെച്ചെന്ന് പറഞ്ഞാൽ റഷ്യക്ക് ആ ഓഫർ ഗുണപ്പെടും. അത് കണ്ടുകൊണ്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. ഒന്ന്, അതിന്റെ പ്രധാന കാരണം T90MS എന്ന് പറയുന്ന പുതിയൊരു ടാങ്ക് അവർ രംഗത്തിറക്കിയിട്ടുണ്ട്. ഏറ്റവും ആധുനിക രീതിയിലുള്ള ടാങ്ക്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഡിജിറ്റൽ ഫയർ കൺട്രോള്, ഡ്രോണുകൾക്കെതിരെ ഇലക്ട്രോണിക് വാർ ഫയർ, ഗൈഡഡ് മിസൈൽ സംവിധാനമൊക്കെ ഒരു ആധുനിക ഇതാണ്. അപ്പം ഇന്ത്യയിലായിട്ട് എന്തിനാണ് അത് കണക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇതിന്റെ എക്സ്പോർട്ടിംഗ് കമ്പനിയുണ്ട്, റോസോ ബോറോട്ട് എക്സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുണ്ട് റഷ്യ. അവരാണ് ഈ ടാങ്കുകൾ വിതരണത്തിനായിട്ട് കയറ്റി അയക്കുക ഒക്കെ ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞത് ഇന്ത്യയിൽ ഓൾറെഡി തന്നെ ഈ T90 ടാങ്കുകൾ, T90 ഭീഷ്മയൊക്കെ നമ്മുടെ ടാങ്കുകളാണ്. ഇതെല്ലാം റഷ്യയുടെ ടാങ്കുകൾ. 1960 മുതൽ നമ്മൾ റഷ്യയുടെ ടാങ്കുകൾ വാങ്ങി ഉപയോഗിക്കുന്നത്. അപ്പൊ അതെല്ലാം നമ്മൾ ഇവിടെയാണ് നിർമ്മിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആവടിയിലുള്ള നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് ഈ T90 എനിക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ഇനി നമ്മുടെ യുദ്ധത്തിൽ ടാങ്കുകൾക്കുള്ള പ്രാധാന്യം എന്താണ്? കാരണം പണ്ട് കരയുദ്ധം നടക്കുമ്പോൾ ടാങ്കുകൾ ഉരുണ്ട് വെടിവെക്കുക എന്നുള്ളത് നമുക്ക് ലോജിക്കലി നല്ലത്. കാരണം ഇപ്പം എല്ലാം യുദ്ധവും വളരെയധികം അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു. പിന്നെ ബിജുചേട്ടൻ തന്നെ പറയും ടാങ്കുകൾക്ക് വളരെ മൈലേജ് കുറവാണ്, ഇത് ഉരുണ്ട് അങ്ങോട്ട് എത്താൻ കുറെ നേരം എടുക്കും. അപ്പൊ ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിൽ ഈ ടാങ്കുകൾക്കുള്ള ഒരു പ്രാധാന്യം എന്താണ്? അല്ല, എല്ലാ രാജ്യങ്ങൾക്കും ടാങ്കുകൾക്ക് പ്രാധാന്യമുണ്ട്. അതായത് ആ പഴയ ടൈപ്പ് ടാങ്കുകൾക്ക് ഇനി പ്രാധാന്യമില്ല. നമ്മൾ പണ്ട് സിനിമയിലായി കാണുന്നത് ആധുനിക രീതി. അതാണ് ഞാൻ പറഞ്ഞത്, പുതിയ ടാങ്കിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഗൈഡഡ് മിസൈൽസും അതുപോലെ ആന്റി ഡ്രോൺ വാർഫെയർ സിസ്റ്റങ്ങളും ഒക്കെ ഉള്ള ഡ്രോൺ. എന്താണെന്ന് വെച്ചാൽ കരയുദ്ധത്തിലൂടെ നമുക്ക് ഒരു രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിയും. അതായത് ആദ്യം നമ്മളിവിടെ സാധാരണ നമ്മളിപ്പോ കണ്ടുവരുന്ന ഒരു യുദ്ധതന്ത്രം, അതാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ചെയ്യുന്ന പണി വ്യോമസേനയെ കൊണ്ട് ഛന്ന ഭിന്നം അറ്റാക്ക് ചെയ്തുകൊണ്ട് തകർക്കുക. അതിനുശേഷം പിന്നെ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഈ ഒരു സൈഡിൽ കൂടെ കരസേന കയറ്റിക്കഴിയും. കരസേനയാണ് ക്യാപ്ചർ ചെയ്യുന്നത്. അതായത് പ്രദേശങ്ങൾ നമ്മൾ പിടിച്ചടക്കി പോകണമല്ലോ നമ്മുടേതായിട്ട്. ഇപ്പൊ PO നമ്മളിലേക്ക് ചേർക്കണമെങ്കിൽ നമുക്ക് കരസേന മാത്രം നീക്കിയാലേ നടക്കൂ. ആദ്യം വ്യോമസേനയും മറ്റും പോയിട്ട് അവിടെ ക്ലിയർ ആക്കി എടുക്കുക. അപ്പൊ റഷ്യ ചെയ്യുന്ന പരിപാടി അതാ. റഷ്യ ഉക്രൈനിലേക്ക് നിരന്തരം മിസൈൽ ഡ്രോണുകൾ അയച്ച് അവിടെ ഛന്ന ഭിന്നമാക്കി അവിടെ അവർക്ക് ഉക്രൈൻ സേനയ്ക്ക് നിൽക്കാൻ വയ്യാത്ത പരിവായി കഴിയുമ്പോൾ പതുക്കെ ടാങ്കുകൾ പതുക്കെ കയറ്റിവിട്ട് ആ പ്രദേശത്ത് മുഴുവൻ ലാൻഡ് ചെയ്യിക്കുക. അവിടെ കൊണ്ടുവന്ന് അത് ഇട്ട് കഴിയുമ്പോൾ അത് നമ്മുടേതായിട്ട് മാറും. ഇതാണ് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധം എന്ന് പറഞ്ഞാൽ അത് വിജയിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം അതിനകത്ത് കരയുദ്ധത്തിന്. അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പൊ കരയുദ്ധത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഗസയിൽ എന്താണ് അവർ ചെയ്യുന്നത്? നിരന്തരം വ്യോമാക്രമണം നടത്തുക ഇസ്രായേൽ. അതിന്റെ തൊട്ട് താഴെ ഇവരെന്താ ചെയ്യുന്നത്? ടാങ്കുകൾ കയറ്റിക്കൊണ്ടേയിരിക്കുക. കരയുദ്ധമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കര പിടിച്ചടക്കിക്കൊണ്ടിരിക്കുക. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഇസ്രായേലിന്റെ സേന ലെബനന്റെ തെക്കൻ പ്രദേശത്ത് മുഴുവൻ ഉണ്ടല്ലോ, അത് കരയുദ്ധത്തിന്റെ ഭാഗമാണ്. കരസേനയാണ് ആ പോയിരിക്കുന്നത്. അവരില്ലാതെ യുദ്ധം പൂർണ്ണമാകില്ല. കാരണം ഭൂമി ടച്ച് ചെയ്യാതെ എങ്ങനെയാണ് യുദ്ധം പൂർണ്ണമാകുന്നത്? അതൊരു പക്ഷെ പഴയ കാലത്തെ ടാങ്ക് സിസ്റ്റം പോയിട്ട് ആധുനിക രീതിയിലുള്ള ടാങ്കുകളാണ് ഇപ്പോൾ എല്ലായിടത്തും വന്നിരിക്കുന്നത്. ആളില്ലാത്ത ടാങ്കുകളുണ്ട്, ചെറിയ കോമ്പാക്ട് ടൈപ്പ് ഉണ്ട് ടാങ്കുകൾ, വലിയ രീതിയിലുള്ള പടവണ്ടാരം സാധനങ്ങളുടെ ഒക്കെ സ്ഥാനത്ത് ചെറിയ ടൈപ്പ് സാധനങ്ങളുണ്ട്. പിന്നെ ഈ ബൊഫോഴ്സ് കണക്കിരിക്കുന്ന ചെറിയ, അതായത് റൺ ചെയ്യിക്കുന്ന കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്, മലമുകളിൽ കൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ടാങ്കുകളിൽ വലിയ. അപ്പൊ റഷ്യയുടെ ഇപ്പൊ പുതിയ ഇറങ്ങിയിരിക്കുന്ന ടാങ്കാണ് ഈ പറയുന്ന T90MS എന്ന് പറയുന്ന സാധനം. നിലവിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇന്ത്യ 1000 T90 ടാങ്കുകൾ ആവടിയിലുള്ള നമ്മുടെ ആയുധ ഫാക്ടറി നിർമ്മിച്ചു. ഇത് കണ്ടപ്പോൾ റഷ്യ പറഞ്ഞു ഞങ്ങളുടെ പുതിയ ടാങ്കിന്റെ ടെക്നോളജി കൂടെ തരാം, നമുക്ക് ഒന്നിച്ച് നിർമ്മിച്ച് ഇത് ഒന്നിച്ച് സെയിൽ ചെയ്യാം, കച്ചവടം ചെയ്യാമല്ലോ. പല രാജ്യങ്ങൾക്കും ഇത് ആവശ്യമുണ്ട് ഒന്നിച്ച്. അപ്പൊ ഇന്ത്യ അതിൽ കൂടെ കൈ കൊടുക്കുകയാണ്. അതുകൂടാതെ തന്നെ ഇപ്പൊ റഫേലുമായിട്ട് നമുക്കൊരു ചെറിയ ക്ലാഷ് നടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന റഫേലിന്റെ 50% തദ്ദേശീയമായി നിർമ്മിച്ച ഉപകരണങ്ങളായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽ റഫേൽ കമ്പനിക്ക് വലിയ താല്പര്യക്കുറവുണ്ട്. കാരണം റഫേൽ കമ്പനിക്ക് ഒരുപാട് ഓർഡറുകൾ വേറെയും വരുന്നുണ്ട്. ഇന്ത്യ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓർഡർ ക്യാൻസൽ ചെയ്തോ. കാരണം ഓർഡർ ക്യാൻസൽ ചെയ്യാൻ അവർക്ക് ഒരു മടിയുണ്ട്. കാരണം നമുക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ, നമ്മളെ സംബന്ധിച്ച് ഓർഡർ ക്യാൻസൽ ചെയ്യാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വേറെയുണ്ട്. ഓൾറെഡി നമുക്ക് Su-57 ഇത് ഇവിടെ നിർമ്മിക്കാൻ സോഴ്സ് കോഡ് അടക്കം റഷ്യ തരാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് നേരെ അങ്ങോട്ടേ പോകും.
നമുക്കിപ്പം ഇത് തന്നെ വേണമെന്നില്ല. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾ നമുക്ക് തരാൻ തയ്യാറാകുന്നുണ്ട്, അമേരിക്ക വിൽക്കാൻ തയ്യാറാകുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ സോഴ്സ് കോഡിന്റെ പ്രശ്നമുള്ളത് നമ്മൾ എടുക്കാൻ സാധ്യത കുറവാണ്. UK തരാൻ തയ്യാർ, ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് റഫേലിനെ ഇന്ത്യ വിട്ട് കളയാനും വയ്യ. എന്നാൽ ഇന്ത്യയുടെ ഈ ഡിമാൻഡ് വെക്കും. ഇന്ത്യ പറഞ്ഞ് ഞങ്ങളുടെ ഡിമാൻഡ് അംഗീകരിക്കുന്നില്ല, നമുക്ക് സെയിൽ വേണം, കച്ചവടം വേണ്ട, അങ്ങനെ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഒരു പക്ഷേ വിമാനം കൂടെ വരും. അപ്പോൾ റഷ്യ മാക്സിമം ചേർത്ത് പിടിക്കും. കാരണം ഇതൊരു നിർണായക ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഇറാനുമായിട്ട് അമേരിക്ക അടിച്ചൊരു പരുവത്തിൽ നിൽക്കുമ്പോൾ അമേരിക്കയുടെ താളത്തിനൊപ്പം തുള്ളി അവരോടൊപ്പം നിൽക്കേണ്ട കാര്യം ഇന്നിപ്പോൾ ഈ പറയുന്ന ഏഷ്യയിൽ ഇല്ല. പ്രത്യേകിച്ച് ബ്രിക്സിന്റെ നെടുനായകത്വം വഹിക്കുന്ന ഇന്ത്യക്കും ഒപ്പം തന്നെ ഈ അമേരിക്കയുടെ പീഡനങ്ങളേറ്റ് വാങ്ങിയ ചൈനയ്ക്കും ബ്രസീലിനും ഒക്കെ നമ്മൾ ഒന്നിച്ചു നിന്നാലേ മുമ്പോട്ട് പോകൂ എന്നൊരു രീതി ഇപ്പോൾ പുതുതായി രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് റഷ്യ കഴിഞ്ഞ ദിവസം അവിടെ ഒരു വിമാനം കൊണ്ട് ഇറാനിൽ ലാൻഡ് ചെയ്യിച്ചത്. ഞങ്ങളുണ്ട്, നമുക്ക് ഒന്നിച്ച് നിന്നേ പറ്റൂ എന്നുള്ളത്. കാരണം ഇതൊരു പറ്റിയ സമയമാണ് എല്ലാത്തിനും. കാരണം അദ്ദേഹം അവിടെ പഞ്ചറായിട്ട് നിൽക്കുന്ന സമയമാണ്. ട്രംപിന് ഇപ്പൊ പഴയ കണക്ക് വാഴ്ത്തുപാട്ടൊന്നും ഇപ്പൊ ആരും ചെയ്യുന്നില്ലല്ലോ. ഏതെങ്കിലും യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ടോ? ട്രംപ് മഹാനാണ്, ട്രംപ് മോദിയെ വിറപ്പിച്ചു, മോദിയെ ചിരിപ്പിച്ചു എന്ന് പറഞ്ഞൊന്നും വരുന്നില്ലല്ലോ. ഏതാണ്ട് തീർന്നു. കാരണം അവിടുത്തെ ജനങ്ങളുടെ ഏതാണ്ട് 70% പേര് അദ്ദേഹത്തിനെതിരാ ഈ പണി മുഴുവൻ കാണിക്കുന്നതിന്. ഇനി അദ്ദേഹത്തിന് അടുത്ത കുറച്ച് മാസങ്ങളോടെ കഴിഞ്ഞ 2027 ആകുമ്പോൾ പുള്ളിയുടെ കാലാവധിയും തീരും. അതുകൊണ്ട് അമേരിക്കയിലുള്ള വലിയൊരു ജനം കരുതുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് വീണ്ടും ഈ ബന്ധങ്ങൾ റെഡിയാക്കി കിടക്കണ്ടേ. ഏതായാലും ഒരു കാര്യം ഉറപ്പായി, ഇപ്പൊ ഇതേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. വ്യാപാര കരാർ ഈ അടുത്തൊന്നുമില്ല. പണ്ട് അജിത് ഡോവൽ അവർക്ക് കൊടുത്ത മുന്നറിയിപ്പ് കറക്റ്റ് ആയിരുന്നു. അജിത് ഡോവൽ പറഞ്ഞ് ഇങ്ങനെ മാറുന്നവരെ കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന്. അതായത് 2028 കഴിഞ്ഞിട്ട് ഒപ്പിടുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാം. 30 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ UK-യുമായിട്ടൊരു ഫ്രീ ട്രേഡിംഗ് കരാർ ഒപ്പുവെച്ചെന്ന് കൂടെ ആലോചിക്കണം. അപ്പൊ പിന്നെ ഇത് ഇച്ചിരി മുമ്പോട്ട് ഇപ്പോഴും വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. ഏതായാലും അവിടുത്തെ ഒരു കാര്യത്തിൽ ട്രംപിന്റെ അതിലൊരു തീരുമാനമാകട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഇപ്പൊ പിടി ഇവിടെ നിന്ന് അയഞ്ഞു തുടങ്ങുന്നു എന്ന് മാത്രമല്ല, ഇവിടെ എല്ലാവരും ഇവിടെയാണ് നമുക്കെതിരെ ചൈന നീങ്ങുന്നു, നമുക്കെതിരെ ചൈന തയ്യാറെടുക്കുന്നു എന്നൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിന്റെ അപ്പൊ നമ്മളെന്ത് പറയണം? അയ്യോ അമേരിക്ക വരാതെ രക്ഷയില്ല എന്ന് പറയണം. അത് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊപ്പഗൻഡ സ്റ്റോറികളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. ചൈന റെഡിയാവുന്നു, ഇപ്പൊ പഴയ കണക്ക് ചൈന റെഡിയാവുന്നു എന്ന് പറയുന്നില്ല. കാരണം ചൈന റെഡിയാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്ത് നമ്മുടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തോട് താല്പര്യമുള്ള മാധ്യമങ്ങൾ പറഞ്ഞത് അതിന്റെ അപ്പുറത്ത് നമ്മൾ വ്യോമാഭ്യാസം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേന് ആ വാർത്ത കുറച്ച് ഡൗൺ ആയി പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ പുതിയൊരു ലേറ്റസ്റ്റ്. അതായത് ഇതിനകത്ത് കണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ നമ്മൾ കൈവിടാതെ ചേർത്ത് പിടിക്കുന്നു. റഷ്യയുടെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് റഷ്യ ഇപ്പോൾ കടന്നു പോകുന്നത്. എണ്ണയില്ല, കാരണം അവരുടെ റിഫൈനറികൾ ശുദ്ധീകരിക്കാൻ കഴിയാത്തതും തകർന്നു പലതും. അവിടുന്ന് ഇന്ത്യയുടെ സഹായമില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ ആ ഇന്ത്യ റഷ്യയോടൊപ്പം കട്ടക്ക് നിൽക്കുന്നു. ഇത് നമ്മൾ പറയത്തില്ലേ, പച്ചമലത്തിൽ പറഞ്ഞാൽ അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണെന്നൊക്കെ പറയില്ലേ. കാരണം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മുടെ ഉറ്റ സുഹൃത്തിനോട് നിൽക്കുന്നവനാണ് നല്ലൊരു സുഹൃത്തെന്ന് നമ്മൾ പറയും. അല്ലാതെ ആ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആ സുഹൃത്തിനെ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവൻ ഒരു സുഹൃത്തേ അല്ല. ഇവിടെയാണ് ഇന്ത്യയുടെ കൂറ് കാണിക്കുന്നത്. നേരെ മറിച്ച് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ ഇപ്പോ നേരെ 2 വട്ടം അമേരിക്ക പോയായിരുന്നു. ട്രംപിന്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചാണെങ്കിൽ സകലമായ കോൺഗ്രസ് നേതാക്കളും അമേരിക്കയിൽ എത്തേണ്ട സമയം കഴിയും. കാരണം പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ വിനോദത്തിന് വേണ്ടി ഇവിടെ നാളെ വിളിക്കുന്ന പണിയുണ്ട് പല രാജ്യത്തു നിന്ന്. എന്നിട്ട് അവരുടെ കൂടെ 2 അടിക്കുക, ചിക്കൻ കഴിക്കുക, അവിടെ നിന്ന് കഥ പറയുക, എന്നിട്ട് അവരെ പോകുമ്പോഴത്തേന് അവരെ കുറിച്ച് കളിയാക്കുക. ഇതൊക്കെ ചെയ്യുന്നൊരു മനുഷ്യനാ. ഇവിടെ നിന്നൊക്കെ പോയി ഇരന്ന് വാങ്ങേണ്ടതാണ്. ഭാഗ്യത്തിന് മോദി വന്നത് വലിയ ഭാഗ്യം. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ മോദിയെ പുകഴ്ത്തുകയാണെന്ന് പറയാം. നമുക്ക് മോദിയെ പുകഴ്ത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് കണക്ക് പറയണമല്ലോ. ഏതായാലും ഇതേ രീതിയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഏതായാലും ഇന്ത്യയുടെ ഒരു വലിയ നീക്കം തന്നെയാണ്. കാരണം ഹോർമസ് അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയില്ലെങ്കിൽ നമ്മുടെ ജനം എന്ത് ചെയ്യും? ട്രംപിന്റെ താളത്തിന് തുള്ളിക്കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ ആരും നോക്കും? ആരും നോക്കാനില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇനി താരിഫല്ല, ഇനി എന്ത് കുന്തം വന്നാലും അവിടുന്ന് അതല്ല ഓൾറെഡി ഓഗസ്റ്റ് വരെയുള്ളതിന്റെ ഓർഡർ കൊടുത്തിരിക്കുകയാണ്. ഓഗസ്റ്റ് കഴിഞ്ഞത് നീണ്ടുപോകും. അല്ലാതെ ഇനിയിപ്പോ ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരാത്ത നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ട്രംപിനെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ട്രംപ് നമുക്ക് താരിഫ് ചുമത്തിയിട്ട് തന്നെ 1 വർഷത്തിന് മേളിലായില്ലേ? 1.5 വർഷമായി. നമുക്കല്ലേ 1 വർഷത്തിന് മേളിലും കണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭൂകമ്പമൊന്നും സംഭവിച്ചില്ല. ഈ രാജ്യം തകർന്നതുമില്ല.